നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 169 169. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 169. ഇന്ന് ദ്വിതീയ സ്കന്ധത്തിൽ 5-ാം അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോക പറയേണ്ടത്. 41-ഉം 42-ഉം കഴിഞ്ഞാൽ ഈ അധ്യായം കഴിഞ്ഞു. പിന്നെ നമുക്ക് 6-ാമത്തെ അധ്യായത്തിലേക്ക് പോവാം. ശ്രദ്ധിക്കാം. മഹാതലം തു ഗുൽഫാഭ്യാം പ്രപദാഭ്യാം രസാതലം പാതാളം പാദതലത ഇതി ലോകം അയപ്പുമാൻ. മഹാതലം തു ഗുൽഫാഭ്യാം പ്രപദാഭ്യാം രസാതലം പാതാളം പാദതലത ഇതി ലോകമയപ്പുമാൻ. ഇതിന് വാക്കർത്ഥം പറയാം. 2 ഞെരിയാണികളിൽ നിന്ന് മഹാതലവും 2 പുറവടികളിൽ നിന്ന് രസാതലവും, ഉള്ളടികളിൽ നിന്ന് പാതാളവും ഉണ്ടായി. കാലിൻ്റെ അടിയിൽ നിന്നാണ് പാതാളം എന്ന് പറയാം. അപ്പോൾ ഭഗവാൻ വാമനമൂർത്തി കാല് പൊക്കി ബലീനെ അനുഗ്രഹിച്ചു. തട്ടിട്ടില്ല. ഒരു ശരീരത്തിൽ അരയ്ക്കുന്ന മേപ്പെട്ട് 7-ഉം അരയ്ക്കുന്ന കീഴ്പ്പെട്ട് 7. അല്ലാണ്ട് ഈ ഭൂമി തുറന്നാൽ ഒന്നുമില്ല, ഭൂമിയുടെ അടിയിൽ ഒന്നുമില്ല. യു ബി ക്ലിയർ ഫ്രം മൈ സൈഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞുതരാം. ഭൂമിക്ക് അടിയിലല്ല പാതാളം, ഭഗവാന്റെ പാദതലത്തിൻ്റെ അടിയിലാണ്. അത് ഭഗവാൻ പൊക്കി കാണിച്ചു ബസ്. അതായത് റഷ്യയും പിന്നെ എനിക്ക് ഏതാ യൂറോപ്യൻ കൺട്രീസ് അറിയില്ല, മത്സരിച്ചിട്ട് ഭൂമിയുടെ ഡയാമീറ്റർ ഭൂമിയുടെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിൽ അടിയിലേക്ക് എത്തുന്നവരെ, ഇതൊരു ഗ്ലോബാണല്ലോ, അത് വലിയ എന്താണെന്നാ പറയുക, ഇൻട്രിക്കേറ്റ് ടെക്നോളജി കൊണ്ട് തുരക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. തുരക്കാൻ തുടങ്ങിയപ്പോൾ ഒരു 1, 2, 3 കിലോമീറ്റർ പോയാൽ വജ്രം കൂടി ചൂടായിട്ട് പൊട്ടിപ്പോരും. ഭൂമിയിൽ അത്രയും ഇതുണ്ട്, പിന്നെ ചൂട് ഭൂമിയുടെ ഉള്ളിൽ. ഭൂമി എന്ന് പറഞ്ഞ ഒരു ഗോളാണല്ലോ. അപ്പോൾ ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് തുരക്കാൻ നോക്കി, സാധിച്ചിട്ടില്ല. നമ്മളൊക്കെ എൻജിനീയേഴ്സാണ്, തേങ്ങയുടെ മൂടാന്ന് പറഞ്ഞാൽ എന്താ കാര്യമാവും? ഭാഗവതം അർത്ഥം അറിഞ്ഞ് പ്രഭാഷണം ചെയ്യണം. ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, ഈ സൗരയൂഥത്തിലെ ഭൂമി സൂര്യന് 4 പോരും ചുറ്റണമെന്ന് പറഞ്ഞു. അതിൽ നിന്നാണ് അതിൻ്റെ ഒരു ചെരിവുണ്ട്, സ്ലാൻഡിങ്. അതിൽ നിന്നാണ് ഉത്തരായണവും ദക്ഷിണായനും കിട്ടുന്നത്, ദിവസങ്ങളിലുള്ള ഏറ്റക്കുറച്ചിലുകൾ. അപ്പോൾ ഒരു റബ്ബർ പന്ത് നമുക്ക് തുളച്ച് മറുഭാഗത്തേക്ക് എത്താം. അതേമാതിരി തുളയ്ക്കാൻ പറ്റുമെന്ന് പല ഡെവലപ്ഡ് കൺട്രീസും ശ്രമിച്ചിട്ടുണ്ട്, സാധിക്കില്ല. നമ്മുടെ നാശം വിനാശകാലേ വിപരീത ബുദ്ധി. നമ്മുടെ വിനാശകാലത്താണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതും അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ 30 മീറ്റർ അടി കൂടെ പോയിട്ടുണ്ടെങ്കിലാണ് ഈ ടണൽ സമുദ്രത്തിൽ 30 മീറ്റർ, അതായത് 90 അടി, അതൊക്കെ ആവാം. അപ്പോൾ ഈ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ്? ഈ പാതാളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പിന്നെ ഉള്ളടികളിൽ നിന്ന്, അല്ലാതെ കണ്ട് ഭൂമിയുടെ അടിയിലല്ല പാതാളം. ഈ അന്തരീക്ഷം, ഭൂമി എന്നൊക്കെ പറഞ്ഞത് അല്ല, ഈ ആകാശം, ദർ ഈസ് നോ എൻഡ് ഫോർ ദാറ്റ്. അപ്പോൾ നമ്മൾ ഈ കഥകളിൽ കൂടി പറഞ്ഞത് സയൻറ്റിഫിക്കായിട്ട് ഇവിടെ പറയുന്നുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണില്ല. അപ്പോൾ വിരാട് സ്വരൂപൻ്റെ അല്ലെങ്കിൽ പുരുഷൻ്റെ അരയ്ക്ക് താഴെ 7, അരയ്ക്ക് മേലെ 7 ലോകം. ഇനി ഇതിൽ കൂടുതലൊന്നും പറയല്ലേ. അപ്പോൾ അതുകൊണ്ടായി ഇപ്രകാരം ഈശ്വരൻ ലോകസ്വരൂപനായി. ഈശ്വരൻ ലോകസ്വരൂപനായി പ്രമശയിലെ. ഇനി അതിൻ്റെ വാക്കാർത്ഥം പറയണു. പുരുഷൻ്റെ 2 ഞെരിയാണികളിൽ നിന്ന് മഹാതലവും പുറവടികളിൽ നിന്ന് രസാതലവും, പുറവടി എന്ന് പറഞ്ഞാൽ പുറം 2 സൈഡ്, രസാതലവും ഉള്ളടികളിൽ നിന്ന് പാതാളവും ഉണ്ടായി. അപ്പം എന്തായി? 2 2 6 7 അല്ല 2 23 6ആയി. ഇപ്രകാരം ഈശ്വരൻ തന്നെ ലോകസ്വരൂപമായിരിക്കുന്നവൻ എന്ന് ധ്യാനിച്ചു കൊള്ളണം. കാണാത്ത ഭാഗം നിങ്ങളെങ്ങനെ ധ്യാനിക്കുക? പാതാളം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പാദത്തിൻ്റെ അടി. അത് നമുക്ക് വാമനാവതാരത്തിൽ പൊന്തിച്ച് കണ്ടിട്ടുണ്ട്. കൂടുതൽ തത്വശാസ്ത്രപരമായിട്ടുള്ള രേഖകൾ കാലിൻ്റെ അടിയിലാണ്. ഇനി അപ്പോൾ 2 കഥ വേറെ ഉണ്ട് ഇതിൽ. എന്താ? ബലിക്ക് ഭഗവാൻ കാവൽ നിന്നു അല്ലേ, രസാതലത്തിൽ. അതെവിടെ? ഈ പറഞ്ഞ പോലെ തന്നെ അത് വിഭാവനയിലാണ്. അതേമാതിരി 1000 കൈകളുള്ള ബാണന് ശിവപെരുമാള് കാവൽ നിന്നു. ഒക്കെ ശരിയാണ്, എല്ലാം കൂട്ടി വായിക്കാൻ സാധിക്കണം. അപ്പോൾ പറഞ്ഞു ഇപ്രകാരം ഈശ്വരൻ തന്നെ ലോകസ്വരൂപമായിരിക്കുന്നവൻ എന്ന് ധ്യാനിച്ചു കൊള്ളണം. അതിസൂക്ഷ്മമായ ഈശ്വര സ്വരൂപം അതിസൂക്ഷ്മമാണ്, സ്ഥൂല ബുദ്ധിക്ക് വിഷയമാകയില്ല. സൂക്ഷ്മമായിട്ടുള്ളത് സ്ഥൂല ബുദ്ധിക്ക് വിഷയമാവില്ല. സ്ഥൂലമായ ലോകം ഈശ്വര സ്വരൂപം എന്ന് ധ്യാനിച്ചു കൊള്ളണമെന്ന് സാരം. അപ്പോൾ സൂക്ഷ്മതയിലേക്ക് പോകണ്ട, സാധിക്കാത്തതിന് എന്തിനാണ് പുറപ്പെടുന്നത്? അപ്പോൾ സ്ഥൂലമായ ലോകം ഈശ്വര സ്വരൂപം എന്ന് ധ്യാനിച്ചു കൊള്ളണം. ഇനി അതിൽ അവസാനത്തെ ശ്ലോകം 42. ഭൂർലോക കൽപ്പിത പദ്ഭ്യാംബുവർലോകോ അസ്യ നാഭിത സ്വർലോക കൽപ്പിത മൂർധനി ഇതി വാ ലോകകൽപ്പന. ഭൂർലോക കൽപ്പിത പദ്ഭ്യാംബുവർലോകോ അസ്യ നാഭിത സ്വർലോക കൽപ്പിതോ മൂർധനി ഇതി വാ ലോകകൽപ്പന. അപ്പോൾ വിരാട് സ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് ഭൂർലോകവും നാഭിയിൽ നിന്ന് ഭുവർലോകവും മൂർധാവിൽ സ്വർഗലോകവും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് പർപ്പസ്. ലോകങ്ങളുടെ കൽപ്പനം ഈ വിധവും ആവാം. ഇത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവുക. ലോകങ്ങൾ 14 എന്ന വ്യവഹാരത്തെ മുകളിൽ വിവരിച്ചു. ലോകങ്ങൾ നോക്കൂ, ഇവിടെ പ്രശ്നം എന്താ? ഈ അർത്ഥവാഖ്യാനം എത്ര ആൾക്കാരുണ്ട്? ഭാഗവതം പഠിക്കുന്നവരിൽ, ഭാഗവതം കൈകാര്യം ചെയ്യുന്നവരിൽ എത്രയുണ്ട്? ഞാനൊരു എഡിഷൻ 96 വാങ്ങി പഠിച്ചിട്ടുണ്ട്. അത് 2000 കോപ്പിയാണ്. അതിൻ്റെ ശേഷം ഗുരുവായൂർ ദേവസ്വം എത്ര പ്രാവശ്യം പ്രിൻ്റ് എടുത്തു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു പുസ്തകം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഇന്നർ ഷീറ്റിൽ പറയണത് അതെ, 85 2000 കോപ്പി, 95 5000 കോപ്പി, പിന്നെ 2009 2000 കോപ്പി, 2011 4000 കോപ്പി, 2014
5000 കോപ്പി. അപ്പോൾ ഇവിടെ 5 4 9 2 11 5 16 2 18. അപ്പോൾ അതിൻ്റെ മുമ്പേ 5th എഡിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ആവറേജ് 30 പിടിച്ചോളൂ. അപ്പോൾ 5 15 ആയുള്ളൂ. അപ്പോൾ 15 2 17 5 22 2 24 28 28 5 33,000 കോപ്പിയുള്ളൂ. അത് വാങ്ങിയവരെ എത്ര ഉള്ളൂ വിചാരിച്ചാൽ അത് പഠിച്ചവരെത്രയെന്ന് എനിക്കറിയില്ല. മലയാളികളുടെ പിന്നെന്താണെന്ന് പറയുക, പോപ്പുലേഷൻ കേരളത്തിൽ എത്ര, ആൾ ഓവർ വേൾഡ് എത്ര. അപ്പോൾ ഗുരുവായൂർ ദേവസ്വമൊക്കെ ഇത് ഒരു കഷ്ടി ഒരു കോടി കോപ്പിയെങ്കിലും ഉണ്ടാക്കിയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കണം. കാരണം അതിനുള്ള സമ്പത്ത് അവിടെ വരുന്നുണ്ടല്ലോ. പറഞ്ഞാൽ തെറ്റിയ ആൾക്കാർ പറഞ്ഞ തെറ്റിയോണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രം. ഇപ്പം 1500 ഉണ്ട്. ഇത് 1250 ഉള്ളപ്പോഴാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ 2000 ഒരു എഡീഷനും കൂടി വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ വായിച്ച് പഠിച്ചാൽ തന്നെ കാര്യം ഉണ്ടാവുള്ളൂ. സനാതന ധർമ്മം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ ലോകം വസുദൈവ കുടുംബമാണ്. ഒരാൾക്കും പാസ്പോർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് എല്ലാ ഇംഗ്ലീഷിലും പിന്നെ എല്ലാ മേജർ ഭാഷയിലും ട്രാൻസ്ലേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കൊടുക്കണം. എന്തിന്? ഈ ലോകത്തിൽ വേൾഡ് ബാങ്കുള്ള മാതിരി വേൾഡ് കോടതി ഉണ്ടല്ലോ, ഇൻ്റർനാഷണൽ കോർട്ട്. അതേപോലെ സനാതനധർമ്മം മാത്രമേ ചുതിരഹിതമായിട്ട് ഈ ഭൂലോകത്തിൽ വാഴുള്ളൂ. തെറ്റിദ്ധരിക്കേണ്ട നിങ്ങൾ. ഇത് ശരിക്ക് ഒരാൾ റെസ്പെക്റ്റീവ് ഓഫ് ദി കാസ്റ്റ് ആൻഡ് ക്രീഡ് വായിച്ച് പഠിച്ചാൽ ഇതിലേ വിശ്വസിക്കുള്ള ആൾക്കാർ. പറഞ്ഞു മനസ്സിലായില്ലേ? ഇതിന് അത്രയും ഗരിമയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പറഞ്ഞു പിന്നെ ലോകങ്ങൾ 3 എന്നുള്ള വ്യവഹാരത്തിൽ ഭഗവാന്റെ അവയവങ്ങളായിട്ട് ഏതു വിധമാണ് ധ്യാനിക്കേണ്ടതെന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നോക്കിക്കോളൂ. ഈ മഹാപുരുഷൻ്റെ പാദങ്ങളിൽ നിന്ന് കാലടി മുതൽ അരവരെ കടി വരെയുള്ള വിഭാഗങ്ങളിൽ നിന്ന് പാതാളം മുതൽ ഭൂലോകം വരെ ഉണ്ടായി. പാദത്തിൽ നിന്ന് കടി വരെ ഭൂലോകത്തിൽ പാതാളം മുതൽക്കുള്ള 7 ലോകങ്ങളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. നാഭിയിൽ ഭുവർലോകം, അപ്പോൾ 8ആയി. മൂർധാവിൽ സ്വർഗം മുതൽ ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങളും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിധവും കൽപ്പിച്ചിട്ടാണ് ലോകങ്ങൾ 3 എന്നുള്ള വ്യവഹാരം. പുരുഷാവയവങ്ങളെ ലോകങ്ങളായി കൽപ്പിച്ചിരിക്കുന്നത് സ്ഥൂല ബുദ്ധി കൊണ്ട് കാണാൻ കഴിയാത്ത നിർഗുണസ്വരൂപത്തെ. ഈ പറഞ്ഞതെല്ലാം എന്താ? സകാരല്ല, നിർഗുണാണ്. ഇതൊന്നും ഇത് പഠിച്ചിട്ടല്ലല്ലോ പിന്നെ ഗുരുവായൂര് കീഴ്ശാന്തിമാർ ഉച്ചപൂജ കഴിഞ്ഞാൽ ഇന്നത്തെ ഗുരുവായൂരപ്പനെ എങ്ങനെ കാണാം. അവരത് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഭാഗവതം പഠിച്ചിട്ടില്ല. സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ നിർഗുണ സ്വരൂപത്തെ അനുഭവരൂപേണ അറിവാൻ തക്ക യോഗ്യത ബുദ്ധിക്കുണ്ടാകുവാൻ സമുചിതമായ ധ്യാനത്തിന് വേണ്ടിയിട്ടാണ്. സമുചിതമായ ഈശ്വരൻ തന്നെ സ്ഥൂല സൂക്ഷ്മങ്ങളായി കാണപ്പെടുന്ന സർവവും ബുദ്ധിഗോചരമായിട്ടുള്ള രൂപം ഈശ്വരനുണ്ടാക്കുവാൻ ആവശ്യമുള്ളവർക്ക് ഈശ്വരനെ ഒരു മഹാപുരുഷനായിട്ട് കരുതുവാനും പാതാളം മുതൽ ഭൂലോകം വരെയുള്ള ലോകങ്ങളെ ആ മഹാപുരുഷൻ്റെ കാലടി മുതൽ അരക്കെട്ട് വരെയുള്ള അവയവങ്ങളായിട്ടും ഭുവർലോകത്തെ നാഭിസ്ഥാനമായിട്ടും സ്വർഗം മുതൽ ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങളെ നാഭി മുതൽ ശിരസ് വരെയുള്ള അവയവങ്ങളായിട്ടും ധ്യാനിപ്പാൻ വേണ്ടി ഈ വിധം കൽപ്പിക്കപ്പെട്ടതാകുന്നു. അതിസൂക്ഷ്മമായ ഈശ്വര ശരീരത്തെ മനസ്സിലാക്കാൻ വേണ്ടി സ്ഥൂലമായിട്ട് അവതരിപ്പിച്ചു എന്നല്ലാണ്ട്
ഈ സ്ഥൂലത്തിൻ്റെ പിന്നാലെ പോയിട്ടും എന്തുണ്ടാവില്ല? മോക്ഷം കിട്ടാൻ പോകില്ല. മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈശ്വര പ്രീതിക്ക് വേണ്ടി ജീവിക്കണം. അതോടുകൂടി ഈ 5-ാം അധ്യായം ഇവിടെ കഴിഞ്ഞു. ഇത് ശ്രീകൃഷ്ണ ഭാഗവതേ മഹാപുരാണേ ദ്വിതീയ സ്കന്ധേ മനന നിരൂപണ പ്രകരണേ ജനന നിരൂപണം നാമ 5-മോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ പറയാം. ഇനിയും പറയുന്നുണ്ട്. നാരായണ 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 നാരായണ. ഇനി നമ്മൾക്ക് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 6-ാം അധ്യായം. ബ്രഹ്മോവാച. ശ്ലോകം 1. വാചാം വന്യേർമുഖം ക്ഷേത്രം ഛന്ദസാം സപ്തധാതവ ഹവ്യകവ്യാമൃതാന്നാനാം ജിഹ്വാ സർവരസസ്യ ച. വാചാം വന്യേർമുഖം ക്ഷേത്രം ഛന്ദസാം സപ്തധാതവ ഹവ്യകവ്യാമൃതാന്നാനാം ജിഹ്വാ സർവരസസ്യ ച. എല്ലാ രസങ്ങളും അറിയുന്നത് ഈ നാവ് കൊണ്ടാണ്. ഇത് അണ്ടർ ദി സൺ എല്ലാവർക്കും അത്. ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാണ്ട്, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് വ്യത്യാസമില്ലാണ്ട് എല്ലാവർക്കും. നിങ്ങൾ ഏത് മതത്തിൽ ഉള്ളവരാണെങ്കിലും ജിഹ്വയുടെ രസം ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഹിന്ദുവിൻ്റെ ഒരു പ്രമാണമല്ല, പിന്നെയോ സനാതനധർമ്മത്തിൻ്റെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് സനാതനധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയുള്ളതൊക്കെ കാലാന്തരത്തിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിന് യാതൊരു മങ്ങലുമില്ല. മങ്ങലുണ്ടെന്ന് വിചാരിക്കുന്നത് അസ്ഥാനത്താണ്. ഇത് ഇൻഡിവിജ്വൽസ് പഠിച്ച് ഇരുന്നാൽ സമൂഹം രക്ഷപ്പെട്ടു. അപ്പം ഇനി ഇതിൻ്റെ വാക്കർത്ഥത്തിലേക്ക് പോവുക. നമ്മൾ വെറുതെ സമയം കളയണ്ടല്ലോ. വാക്കുകൾക്കും വന്യയ്ക്കും വിരാട് പുരുഷൻ്റെ മുഖം ഉൽപ്പത്തി സ്ഥാനം. ഛന്ദസ്സുകൾക്ക് 7 ധാതുക്കൾ, ഹവ്യം കവ്യം അമൃതം അന്നം ഇവയ്ക്കും സകല രസത്തിനും നാവാണ് പ്രമാണം. അറബി പഠിച്ചവർക്കും അല്ലെങ്കിൽ ക്രിസ്തുക്കൾക്കും ഇസ്ലാമിസ്റ്റുകൾക്കും എല്ലാം വിത്ത് ഡ്യൂ റെസ്പെക്റ്റ് ടു ബ്രഹ്മാവ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ അധ്യായത്തിൽ വിരാട് പുരുഷൻ്റെ വിഭൂതികളെ വിസ്തരിച്ചു പറയുന്നു. നമ്മളെപ്പോലുള്ളവരുടെ വാഗ് ഇന്ദ്രിയങ്ങളും, വായ, കണ്ണ്, കാത്, മൂക്ക്, ചെവി, പറഞ്ഞില്ലേ, ഉപസ്ഥം, ത്വക്ക് എല്ലാം വാഗിന്ദ്രിയങ്ങളും അതിൻ്റെ അധിഷ്ഠാന ദേവതയായ വന്യയും. വാക്കുകൾക്കൊക്കെ വന്നി. ശരീരത്തിൽ ചൂടില്ലാത്തവന് സംസാരിക്കാൻ പറ്റില്ല, ഏത് ജാതിക്കാരനും. ഹിന്ദു സനാതനധർമ്മിഷ്ടായിക്കോട്ടെ, മുസ്ലിം സഹോദരങ്ങളായിക്കോട്ടെ, ക്രിസ്ത്യൻ സഹോദരങ്ങളായിക്കോട്ടെ. വന്യയും ആ വിരാട് പുരുഷൻ്റെ മുഖത്തിൽ നിന്നുണ്ടായി. ഗായത്രി, ഉഷ്ണിക്ക്, തൃഷ്ടുപ്പ്, ജഗതി, പങ്ക്തി, ബൃഹതി എന്ന ഛന്ദസ്സുകൾ അവൻ്റെ ത്വക്ക്, മാംസം, രുധിരം, മേധസ്, മജ്ജ, അസ്ഥി എന്ന ധാതുക്കളിൽ നിന്നുണ്ടാകുന്നു. ഇതെല്ലാവർക്കും ഒരുപോലെയല്ലേ? അലോപ്പതി മരുന്ന് എല്ലാവർക്കും ഒരേപോലെയല്ലേ? ആയുർവേദം മരുന്ന് എല്ലാവർക്കും ഒരുപോലെയല്ലേ? പരസ്പര ബഹുമാനം വേണം. ആരും ആരെയും ഭരിക്കണ്ട. പക്ഷേ സനാതനധർമ്മത്തിനെ വീറ്റോ ചെയ്യാൻ പറ്റില്ല. ഇരിക്കുന്ന കൊമ്പ് വെട്ടരുത് എന്നൊരു സ്ലോഗൻ ഉണ്ട്. എന്താണ് അർത്ഥം? നമ്മൾ എവിടെ വസിക്കണം, ഏത് രാജ്യത്ത് വസിക്കണം, അവിടെ ഒരു കോമൺ റൂൾ ഉണ്ടാവും. അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. എന്നാലേ മെജോറിറ്റീനെ
മിനോറിറ്റിക്ക് വെല്ലുവിളിക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴാണ് സ്പർദ്ധത വരിക? മെജോറിറ്റീനെ വഹിക്കാം എന്ന തത്വശാസ്ത്രം വരുമ്പോഴാണ്. അല്ലെങ്കിൽ ഭായിയായിട്ട് തന്നെ കഴിയും എല്ലാവരും. അപ്പോൾ പറഞ്ഞു, ദേവന്മാരുടെ അന്നമായ ഹവ്യത്തിനും പിതൃക്കളുടെ അന്നമായ കവ്യത്തിനും മനുഷ്യരുടെ അന്നമായ അമൃതത്തിനും. മനുഷ്യരെന്താ കഴിക്കേണ്ടത്? അമൃത്. എന്താ ഈ അമൃതം എന്ന് പറഞ്ഞാൽ? മരണമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കാൻ പുനരഭിജനനം പുനരഭിമരണം ഒഴിവാക്കുന്ന ജീവിത രീതി. പ്രാണിദയ വേണേ. പ്രാണികളെ ഉപദ്രവിക്കാൻ പാടില്ല. ആർക്കും ശാന്തി സമാധാനവും വേണോ? പ്രാണികളെ ഉപദ്രവിക്കാതെ ജീവിക്കാം. ഇപ്പോൾ ഭാരതഖണ്ഡത്തിൽ തന്നെ എത്രയോ മുസ്ലിം സഹോദരന്മാർ ആയുർവേദം സ്വീകരിച്ച് വെജിറ്റേറിയനിസത്തിൽ സന്തോഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. പറഞ്ഞല്ലേ? അപ്പോൾ അമൃതത്തിനും മധുരം, കടു, തിക്തം, കഷായം, അമ്ളം, ലവണം എന്നീ രസങ്ങൾക്കും ജിഹ്വ, അതായത് നാവ് എന്ന ഇന്ദ്രിയത്തിനും അവൻ്റെ ജിഹ്വേന്ദ്രിയം ഉൽപ്പത്തി സ്ഥാനമാകുന്നു. ഹവ്യം ദേവാനാമന്നം കവ്യം പിതൃണാം തതുഭയശേഷോ മനുഷ്യാണാം എന്ന് ശ്രീധരീയം ആഖ്യാനത്തിൽ പറയണം. രണ്ടാമത്തെ ശ്ലോകം, സർവ അസൂനാം ച വായോശ്ച, സർവാസൂനാം ആയിക്കോട്ടെ, അതിൽ ഇത് വേണ്ട. സർവാസൂനാം ച വായോശ്ച തന്നാസേ പരമായനേ അശ്വിനോ രോഷധീനാം ച ഘ്രാണോ മോദപ്രമോദയോ. സർവാസൂനാം ച വായോശ്ച തന്നാസേ പരമായനേ അശ്വിനോ രോഷധീനാം ച ഘ്രാണോ മോദപ്രമോദയോ. സർവന്മാരുടെ പ്രാണങ്ങൾക്കും, A to Z ആൾക്കാരുടെയും പ്രാണങ്ങൾക്കും വായുവിനും അവൻ്റെ നാസികകൾ. എല്ലാവരും മൂക്കൊണ്ടല്ലേ ശ്വസിക്കണത് അല്ലേ? ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാവരും മൂക്ക് കൂടെയാണ് ശ്വസിക്കുന്നത്. ഉൽപ്പത്തി സ്ഥാനങ്ങൾ അശ്വിനി ദേവന്മാർക്കും ഔഷധികൾക്കും സാമാന്യ വിശേഷവാസനകൾക്കും ഘ്രാണം മണക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. മണക്കാൻ സാധിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെ പറയാം? ആ മഹാപുരുഷൻ്റെ നാസികകൾ സകലരുടെയും പ്രാണങ്ങൾക്കും വായുവിനും സ്ഥാനങ്ങളാവുന്നു. വായു ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എല്ലാവർക്കും. അവൻ്റെ ഘ്രാണേന്ദ്രിയം അശ്വിനി ദേവന്മാർക്കും ഔഷധികൾക്കും സാമാന്യ ഗന്ധത്തിനും വിശേഷഗന്ധത്തിനും ഉത്കൃഷ്ടമായ ഉൽപ്പത്തി സ്ഥാനമാവുന്നു. ഇനി മൂന്നാമത്തെ ശ്ലോകം, രൂപാണാം തേജസാം ചക്ഷുർ ദിവസ് സൂര്യസ്യ ചാക്ഷിണി കർണോ ദിശാം ച തീർത്ഥാനാം ശ്രോത്രമാകാശശബ്ദയോ. രൂപാണാം തേജസാം ചക്ഷുർ ദിവസ് സൂര്യസ്യ ചാക്ഷിണി കർണോ ദിശാം ച തീർത്ഥാനാം ശ്രോത്രാം ആകാശശബ്ദയോ. നേത്രേന്ദ്രിയം രൂപങ്ങൾക്കും തേജസ്സുകൾക്കും അക്ഷികൾ ആകാശത്തിനും സൂര്യനും ശ്രോത്രേന്ദ്രിയങ്ങൾ ദിക്കുകൾക്കും തീർത്ഥങ്ങൾക്കും ശ്രോത്രപുടം ആകാശത്തിനും ശബ്ദത്തിനും. ഇപ്പോൾ വാക്കേണ്ടത് പറയുമ്പോൾ ഒരു ഫുള്ള്നെസ് കിട്ടില്ല, പൂർണ്ണത വരില്ല. അതിന് ഭാവാർത്ഥം നോക്കണം. ആ ഭഗവാന്റെ ചക്ഷുർ ഇന്ദ്രിയം കണ്ണ് വെളുപ്പ് കറുപ്പ് മുതലായ നിറമുള്ള രൂപങ്ങൾക്കും ചന്ദ്രാദി തേജസ്സുകൾക്കും ഉൽപ്പത്തി സ്ഥാനം. നേത്രങ്ങൾ ആകാശത്തിനും, ദ്യോവ് എന്ന് പറഞ്ഞ ആകാശം, സൂര്യനും സ്ഥാനം. ശ്രോത്രങ്ങൾ ദിക്കുകൾക്കും തീർത്ഥങ്ങൾക്കും സ്ഥാനം.
ശ്രോത്രേന്ദ്രിയം ആകാശത്തിനും ശബ്ദത്തിനും സ്ഥാനം. ചക്ഷുരിന്ദ്രിയം നേത്രഗോളങ്ങൾ, ഇതുപോലെ ചെവികൾ, കർണങ്ങൾ എന്നിവയെയും മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ ബിഗ് സീറാവും. മനസ്സിലാക്കലാണ് നന്മ, മനസ്സിലാക്കാത്തത് തിന്മ. ഇനി 4-ാമത്തെ ശ്ലോകം. തദ്ഗാത്രം വസ്തുസാരാണാം സൗഭാഗ്യസ്യ ച ഭാജനം ത്വഗസ്യ സ്പർശവായോശ്ച സർവമേതസ്യ ചൈവ ഹി. തദ്ഗാത്രം വസ്തുസാരാണാം സൗഭാഗ്യസ്യ ച ഭാജനം ത്വഗ്യസ്യ സ്പർശവായോശ്ച സർവമേതസ്യ ചൈവ ഹി. അവൻ്റെ ദേഹം, ആരുടെ? പുരുഷൻ്റെ, വിരാട് പുരുഷൻ്റെ. അവൻ്റെ ദേഹം വസ്തുക്കളുടെ സാരങ്ങൾക്കും സൗന്ദര്യത്തിനും പാത്രം. ഇവൻ്റെ ത്വക്ക് എന്ന ഇന്ദ്രിയം സ്പർശത്തിനും വായുവിനും സകല യാഗങ്ങൾക്കും ആശ്രയമാണ്. ആ ഭഗവാന്റെ ശരീരം വസ്തുക്കളുടെ സാരാംശങ്ങൾക്കും സൗന്ദര്യത്തിനും സ്ഥാനം. ഭഗവാന്റെ ത്വക്കിന്ദ്രിയം സ്പർശത്തിനും വായുവിനും സർവയജനത്തിനും യജ്ഞത്തിനും സ്ഥാനം. 5-ാമത്തെ ശ്ലോകം. രോമാനുദ്ഭിജ്ജ ജാതീനാം യൈർവാ യജ്ഞസ്തു സംവൃതാ കേശശ്മശ്രുനഖാന്യസ്യ ശിലാലോഹാഭ്രവിദ്യുതാം. രോമാനുദ്ഭിജ്ജ ജാതീനാം യൈർവാ യജ്ഞസ്തു സംവൃതാ കേശശ്മശ്രുനഖാന്യസ്യ ശിലാലോഹാഭ്രവിദ്യുതാം. അതിനെന്താ വാക്കാർത്ഥം പറയാം? വൃക്ഷജാതികൾക്ക്, മരങ്ങൾക്ക്, അല്ലെങ്കിൽ യാതൊന്നുകളാൽ യാഗം സംഭരിക്കപ്പെടുന്നുവോ, യാഗങ്ങൾക്ക് വേണ്ട ഇവൻ്റെ കേശങ്ങൾ, ശ്മശ്രുക്കൾ, നഖങ്ങൾ, തലമുടി, മീശ, നഖങ്ങൾ, ശിലകൾ, ലോഹങ്ങൾ, മേഘങ്ങൾ, മിന്നലുകൾ ഇവയ്ക്ക് കാരണമാകുന്നു. അപ്പോഴും വാക്കാർത്ഥത്തിൽ ഒരു തൃപ്തി കിട്ടില്ല നമുക്ക്. അപ്പം അതിന് ഭാവാർത്ഥത്തിൽ വരണം. ഈ പുരുഷൻ്റെ രോമങ്ങൾ വൃക്ഷങ്ങളാണ് രോമങ്ങൾ. സകലത്തിനും അല്ലെങ്കിൽ ഏതൊന്നിനാൽ യാഗം നിർവഹിക്കപ്പെടുന്നുവോ അവയ്ക്ക് സ്ഥാനമാകുന്നു. വൃക്ഷങ്ങളില്ലെങ്കിൽ യാഗങ്ങൾ, യജ്ഞങ്ങൾ നടക്കാൻ പറ്റില്ല. ഇവൻ്റെ കേശങ്ങൾ മേഘങ്ങൾക്കും മുഖരോമങ്ങൾ മിന്നലുകൾക്കും പാദനഖങ്ങൾ കല്ലുകൾക്കും കൈനഖങ്ങൾ ലോഹങ്ങൾക്കും സ്ഥാനമാകുന്നു. ആരുടെ? വിരാട് സ്വരൂപൻ്റെ. ഇനി 6-ാമത്തെ ശ്ലോകം പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ബാഹവോ ലോകപാലാനാം പ്രായശക്ഷേമകർമ്മണാം വിക്രമോ ഭൂർഭുവസ്വശ്ച ക്ഷേമസ്യ ശരണസ്യ ച. ബാഹവോ ലോകപാലാനാം പ്രായശക്ഷേമകർമ്മണാം വിക്രമോ ഭൂർഭുവസ്വശ്ച ക്ഷേമസ്യ ശരണസ്യ ച. പ്രായേണ കൈകൾ ക്ഷേമകർമ്മങ്ങളോട്, കൈകൾ എന്തിനാ? ക്ഷേമകർമ്മങ്ങൾ ചെയ്യാൻ, അല്ലാണ്ട് മറ്റുള്ളവൻ്റെ താടിക്ക് ഇടിക്കാനല്ല, അല്ലെങ്കിൽ ചുവട്ടത്ത് അടിക്കാനല്ല. എല്ലാവർക്കും, മുസ്ലിം സഹോദരൻസിനും ക്രൈസ്തവ സഹോദരങ്ങൾക്കും സനാതന ധർമ്മിഷ്ഠകൾക്കുമൊക്കെ കയ്യ് ഈ ആകാശത്തിന് ഇടിക്കാനുള്ളതല്ല, മറ്റുള്ളവരെ സഹോദരന്മാരെ ആലിംഗനം ചെയ്യാൻ, അർച്ചിക്കാൻ, ആദരവ് എക്സ്പ്രസ് ചെയ്യാൻ. നമോവാകം നമോവാകം. ഇതൊരു ഇൻ്റർനാഷണൽ സയൻറ്റിഫിക് ടെസ്റ്റാണ്. ഏത്? ഭാഗവതം എന്നുള്ളത് ലോകോത്തര നിലവാരമുള്ള ഒരു പുസ്തകമാണ്, ഗ്രന്ഥമാണ്. ഫോർ ആൾ ഹ്യൂമൻ ബീങ്സ്. മനസ്സിലായോ?
അപ്പോൾ പറഞ്ഞു പിന്നെ അതെ, പ്രായേണ കൈകൾ ക്ഷേമകർമ്മങ്ങളോട് കൂടിയ ലോകപാലന്മാരുടെ ഭൂമിയാദി 3 ലോകങ്ങളുടെ പാദന്യാസം കിട്ടിയതിൻ്റെ സംരക്ഷണത്തിനും രക്ഷ പ്രാപിക്കുന്നതിനുമായിട്ടായിരിക്കണം ഉപയോഗിക്കുന്നത്. രക്ഷ പ്രാപിക്കുന്നത്, ആ അർത്ഥം വളരെ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, ഈ പുരുഷൻ്റെ കൈകൾ ലോകങ്ങളെ പാലിക്കുന്ന ലോകപാലന്മാരുടെ ഉൽപ്പത്തി സ്ഥാനം. ഭഗവാന്റെ കൈകൾ തന്നെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ, തത്വമസി എന്ന് പറയുമ്പോൾ നമ്മുടെ കൈകളും ഈ പുരുഷൻ്റെ കൈകൾ ലോകങ്ങളെ പാലിക്കുന്ന ലോകപാലന്മാരുടെ ഉൽപ്പത്തി സ്ഥാനം. ലോകപാലന്മാർ, അതിലെല്ലാവരും പെട്ടു. ഫോർ ആൾ അല്ലേ, ഞാൻ നിങ്ങളുടെ എഴുതി വയ്ക്കാം ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഫോർ ആൾ. ഇവൻ്റെ പദന്യാസം ഭൂർലോകം, ഭുവർലോകം, സുവർലോകം ഇവയ്ക്കും കിട്ടിയതിനെ സംരക്ഷിക്കുന്നതിനും ഭയത്തിൽ നിന്ന് പരിപാലിക്കുന്നതിനും സ്ഥാനമാകുന്നു. പരിപാലിക്കുക, എല്ലാവരെയും പരിപാലിക്കണ്ടേ? അവിടെ നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ അവരുടെ പ്രാർത്ഥന.